പല പുരുഷന്മാരും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ മനസ്സിലുള്ളൊരു സാധനമാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവള് നിൽക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു ബേസിക് നീഡിന് പോലും ഇവർ വൈഫിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സ്വന്തം ഇട്ടിരുന്ന ഒരു അണ്ടർവെയർ അലക്കാൻ ഇപ്പോഴും ഭാര്യ എടുത്ത് അലക്കാൻ ഇടണം, അല്ലെങ്കിൽ ഭാര്യ അലക്കി കൊടുക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഡിപ്പെൻഡൻസി ഫാക്ടർ. ശരി. അപ്പം ബാക്കി ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വീട്ടമ്മമാരാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുപോലെ നമ്മൾ പല വീട്ടമ്മമാരും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ പഠിപ്പിച്ച് വിടുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയണതനുസരിച്ച് ജീവിക്കണം, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം, നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു സാധനം. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്കൊരു മോളാണുള്ളത്. ഞാനും അവളുടെ അച്ഛനും കഷ്ടപ്പെട്ട് അവളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ട് വരുന്നത് ഏതെങ്കിലും ഒരുത്തിൻ്റെ എടുത്തിട്ട് തല്ലാനല്ല നാളെ, അല്ലെങ്കിൽ അവൻ്റെ എടുത്തിട്ട് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ടോർച്ചർ ചെയ്യാനല്ല. അപ്പം ഞാൻ എൻ്റെ മോളോട് അപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം ഡെഫിനറ്റ്ലി. ഒരു റിലേഷൻഷിപ്പ്, അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, മാരേജ് ആണെങ്കിലും, അതിപ്പം ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഈവൻ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെങ്കിലും, എല്ലാത്തിലും നമുക്ക് വിട്ടുവീഴ്ചകൾ വേണം. പക്ഷേ സാക്രിഫൈസസ് വേണം, അഡ്ജസ്റ്റ്മെന്റ്സ് വേണം. അത് നമ്മൾ മറ്റുള്ളവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അവരെ മനസ്സിലാക്കുന്നതിനുള്ളൊരു സംഭവമാണ്. പക്ഷെ എന്നും പറഞ്ഞ് നിന്നെ എടുത്തിട്ട് തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചൊരെണ്ണം പൊട്ടിച്ചിട്ട് ഇറങ്ങി പോന്നേക്കണം. വി ആർ ദെയർ ടു സപ്പോർട്ട് യു. പിന്നെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അല്ലാതെ ഇന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു സാധനം ഇന്നത്തെ കാലത്ത് അത് പറ്റത്തില്ല.